ആന്ധ്ര ആവയ്ക്ക അച്ചാർ. അണ്ടി ഉടച്ചു തുടങ്ങിയ മാങ്ങ, ഈ പരുവത്തിലുള്ള മാങ്ങ ഇതേ വലിപ്പത്തിൽ നുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ഒരു 4 കിലോ മാങ്ങയുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 400 ഗ്രാം കടുക് പൊടിച്ചതുണ്ട്. ഇത് കാശ്മീരി ചില്ലി, ഇത് രണ്ടും കൂടെ ഒരു 400 ഗ്രാം ഉണ്ട്. കുറച്ച് വെളുത്തുള്ളി ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇത് 1 ഗ്ലാസ് എണ്ണ, കുറച്ച് ഉലുവ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കല്ലുപ്പ് പൊടിച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പൊടിയുപ്പ് ഇതിലേക്ക് നന്നായിട്ട് ചേർക്കണം. ഈ മാങ്ങ നുറുക്കി വയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവരുത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള മാങ്ങ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. ഉപ്പ് ചേർത്തു ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർക്കാം. കടുക് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. മുളകിൻ്റെ അത്രയും തന്നെ കടുകും വേണം, എന്നാലാണ് ഈ ആവയ്ക്കയുടേതായ രുചി വരുള്ളൂ. ഇനി ഉലുവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉലുവ, നമ്മുടെ വെളുത്തുള്ളി ധാരാളം ചേർക്കാം. ഒരു പ്രത്യേക സ്വാദാണ് ഈ ആവയ്ക്കയ്ക്ക്. ജലാംശം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുറേ നാളിരിക്കും. ഒരു വർഷത്തിലധികം തന്നെ ഇരിക്കും, ഒട്ടും കേടുവരില്ല. കാശ്മീരി ചില്ലി, നമ്മളുടെ സാദാ മുളക് പൊടി നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ.